നമ്മളെ വീട്ടിൽ നിറയെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂവൊക്കെ, പക്ഷെ അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ തൻ്റെ തിരുനാളാണ്. അന്ന കുതിച്ചാടാ ആടി അടിയിട്ട് തിന്നിട്ട് മരത്തിന്റെ ഇല വായോണ്ട് കടിച്ചെടുക്കുക. അമ്മ ഇപ്പോഴും ചെയ്യൂല. അമ്മ ഇപ്പോഴും നമ്മളുടെ ഇവിടെ ഈ നാട്ടിലേക്കില്ല, പണ്ട് നല്ല പേരെടുത്ത നാട്ടിലേ ഉണ്ടാവുള്ളൂ. അതാണ്. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഫുള്ളായിട്ടും തിരുവാതിര സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നമ്മളുടെ നാട്ടിൻ പുറത്ത് നടന്നിട്ടുള്ള തിരുവാതിര ആഘോഷം, നമ്മളുടെ വീട്ടിലത്തെ തിരുവാതിര ആഘോഷം. അപ്പോൾ നമ്മൾ തിരുവാതിരയുടെ അന്നും അതുപോലെ തന്നെ തിരുവാതിരയുടെ തലേ ദിവസവും ആഘോഷിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മളുടെ വീഡിയോയിൽ ഇന്ന് മുഴുവനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് തിരുവാതിരയുടെ തലേ ദിവസം നമ്മളുടെ നാട്ടിലുണ്ടായിട്ടുള്ള തിരുവാതിര ആഘോഷമാണ്. എല്ലാ വർഷവും നടക്കുന്ന പോലെ ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മളുടെ നാട്ടിൽ തിരുവാതിരയുടെ ആഘോഷങ്ങളുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ വന്ന്, അപ്പോൾ ആദ്യം തന്നെ അതിന് ഭദ്രദീപം കൊളുത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ എന്താ പറയുക തുടക്കം അവിടെ ഉള്ള പ്രധാനപ്പെട്ട അമ്മമാരൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. നമ്മൾ രാത്രി വരെ ഇങ്ങനെ ഉറക്കമൊഴിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാം കേട്ടോ.
പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ നമ്മളുടെ ഒരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒറിജിനൽ സോങ്ങുകളൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കാണുമ്പോൾ അത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നില്ല. അതിൻ്റെ ഒറിജിനൽ സോങ് വെച്ച് കേൾക്കുമ്പോഴേ നമുക്ക് നല്ല രസമായിട്ട് തോന്നുക. അപ്പോൾ സാധാരണ എല്ലാ വർഷമുള്ള പോലെ തന്നെ ഒരു 4 അമ്മമാരേനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫുഡ്, ഇതൊക്കെ നമ്മളെ മുന്നത്തെ തിരുവാതിര വ്ളോഗ്സുകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഫുഡും അവിടെ തന്നെ ഉണ്ടാവും. കാരണം രാത്രി മുഴുവൻ അവിടെ അങ്ങനെ ഉറക്കമൊഴിച്ച് നമ്മൾ ഇരിക്കുകയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഫുഡും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അരി ഭക്ഷണം കഴിക്കില്ലല്ലോ. അപ്പോൾ ഗോതമ്പ് അങ്ങനെ ആയിട്ടുള്ള ഉപ്പുമാവായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കാണെച്ചെങ്കിൽ ഇപ്രാവശ്യം തിരുവാതിരയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം എത്രയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ അറിയില്ല. കാരണം എല്ലാ വർഷവും ഞാൻ നമ്മളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, നന്നായിട്ടൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കൈകൊണ്ട് വയ്യാത്ത കാരണം കൊണ്ട് ജസ്റ്റ് ഞാൻ ഒരു ഇതിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് 2 ചെറുതായിട്ടൊന്ന് കയറി കളിച്ചേ ഉള്ളൂ കേട്ടോ. തിരുവാതിര ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് തിരുവാതിരയൊക്കെ കഴിഞ്ഞ് പോകുന്ന കുട്ടികളെണ്ടൊക്കെ ഉണ്ടോ. പാതിരാത്രിക്കാണ് റോട്ടിൽ കൂടെ പാട്ടും പാടി നടക്കണേ. തിരുവാതിര നിലാവിൻ്റെ ഭംഗിയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് സിനിമ പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അന്ന് ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത്? അതായത് പൂർണ്ണ ചന്ദ്രനായിട്ട് നല്ല നിലാവായിട്ട് നല്ല ഭംഗിയുള്ള രാത്രി, അതായിരുന്നു ആ എന്താ പറയുക അന്നത്തെ ചന്ദ്രൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ഭംഗി, അത് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുക കാര്യം. അപ്പം നമ്മൾ ഇത്ര നേരം കണ്ടതൊക്കെ തിരുവാതിരയുടെ തലേ ദിവസം ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. പാതിരാപ്പൂ ചൂടി കൈകൊട്ടിക്കളി ആയിട്ട് പെണ്ണുങ്ങൾ മുഴുവനെ. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് തിരുവാതിരയുടെ അന്നത്തെ ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ തിരുവാതിരയുടെ അന്നത്തെ ദിവസം നമ്മൾ ഒരുപാടുണ്ട്. നമ്മൾ രാവിലെ പുലർച്ചെ എണീറ്റ് പോയി തുടിച്ച് കുളിക്കുക, അങ്ങനെയൊക്കെ. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ തുടിച്ച് കുളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ വീഡിയോയിലൊക്കെ അത് മുന്നേ കാണിച്ചിട്ടുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന അടുത്തുള്ള കുളത്തിൽ പോയിട്ട് തുടിച്ചു കുളിക്കും. അതാണ് തിരുവാതിരയുടെ ശരിക്കും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ വെള്ളം തട്ടിത്തെറിപ്പിച്ചിട്ടൊരു ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ആ തുടിച്ചു കുളിക്കുന്നത് കേട്ടോ. പാട്ട് പാടിയിട്ടൊക്കെ പ്രത്യേക പാട്ടുകളൊക്കെ ഉണ്ട് അതിന്. ആ കുളി കഴിഞ്ഞതിന് ശേഷം കണ്ണെഴുതി, പിന്നെ അതുപോലെ തന്നെ നെറ്റിയിൽ ചന്ദനവും മഞ്ഞളും സിന്ദൂരും ഒക്കെ ഇടും. പിന്നെ അതുപോലെ തന്നെ ദശപുഷ്പം ചൂടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്യും കേട്ടോ. ശിവഭഗവാന്റെ പിറന്നാളായിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെല്ലാവരും അന്നത്തെ ദിവസം നോൻപെടുക്കും. അതായത് അരിഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പം നമ്മൾ ഈ തിരുവാതിരയ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ കൂവ പായസം അല്ലേ. ഇത് ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ നമ്മൾ വർഷത്തിൽ തിരുവാതിര ദിവസമായിരിക്കും നമ്മൾ ഈ ഒരു സംഭവം അധികം കഴിക്കുന്നുണ്ടാവുക അല്ലേ.
പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ അരിഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉപ്പുമാവായിരുന്നു കേട്ടോ, റവയുടെ. പിന്നെ കൂവ പായസം ഉണ്ടാക്കുക, ഇതാണ് സംഭവം. ആരോ റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ഇടിച്ച് പൊടിച്ച് അങ്ങനെ ഒരുപാട് പണികളുണ്ട് അതുണ്ടാക്കി വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ആദ്യം കഴിക്കുന്നത്, അതായത് നോമ്പ് തുടങ്ങുന്നത് ഇളനീരും പഴവും കഴിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇളനീരും പഴമൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ തന്നെ നോമ്പ് തുടങ്ങുകയായി. പാറു 10th ആയ കാരണം കൊണ്ട് തന്നെ ഇപ്രാവശ്യം വെക്കേഷൻ അവർക്ക് വെറും 3-4 ഡേയ്സ് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് സ്കൂളുണ്ട്, അതുകൊണ്ട് രാവിലെ തന്നെ അത് കഴിക്കുകയാണ്. ഇത് എന്താ അറിയോ, ഇത് പാതിരാപ്പൂവ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഈ ഒരു പൂവാണ് പാതിരാപ്പൂവ് എന്നറിയപ്പെടുന്ന സാധനം നമ്മളുടെ പറമ്പിലുണ്ട്. അപ്പോൾ പാറു ഇതങ്ങനെ ദശപുഷ്പമൊക്കെ ചൂടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി, അങ്ങനെ സ്കൂളിലേക്ക് പോവായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ തുടങ്ങണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇളനീര് കഴിച്ചു, പിന്നെ കൂവപ്പായസം കുറച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇരിക്കുന്നതോറും കട്ടയായിട്ട് വരും. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര രസമുള്ളൊരു ഇതായിരിക്കും, പിന്നെ ഇരിക്കും തോറും അത് കട്ടയായിട്ട് വരും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ തിരുവാതിരയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഊഞ്ഞാലാട്ടം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെയാണ്. അമ്മമ്മയ്ക്ക് എന്താ തോന്നുന്നത്, പഴയ തിരുവാതിര ഇപ്പോഴത്തെ തിരുവാതിര നല്ലതെന്നാ തോന്നുന്നത്? പഴയ തിരുവാതിര അന്നത്തെ കാലത്തിനനുസരിച്ച് ഇപ്പോഴത്തെ കാലം നല്ലല്ലോ, കാലം മാറിയില്ല, അപ്പം അതിനനുസരിച്ച് എന്നാലും പഴയതാവില്ല അമ്മമ്മയ്ക്ക് ഓർക്കുമ്പോൾ രസം തോന്നുന്നത്? ഇല്ല, പഴയ കാലത്ത് പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നുള്ളൊരു അപ്പം അതിനനുസരിച്ചുള്ള തിരുവാതിര. ഇപ്പം അതില്ല, ഓരോരുത്തർക്കും ഓരോ യഥേഷ്ടം നടക്കാമല്ലോ. ഇപ്പോഴത്തെ അതാണ് മോഡൽ. ഒരു വ്യത്യാസമില്ല. അന്ന് പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ള കാലാണ്, അതിനനുസരിച്ചിട്ടായിരുന്നു അന്നത്തെ. അതെ, ഞാൻ പ്രദുവിനോട് ചോദിച്ചാക്കട്ടെ, പ്രദുവിന് എന്താ തിരുവാതിരനെ പറ്റി അറിയണ എന്തെങ്കിലും പറയും. നിനക്ക് തിരുവാതിര അറിയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? പാറുവിനോട് ചോദിക്കാൻ അപ്പം പാറു സ്കൂളിൽ പോയി, അതുകൊണ്ടാ. പ്രദു പറയും തിരുവാതിരക്കളി. പിന്നെ ഒരു സാധനം കൂടെ ഓർമ്മ വരും തിരുവാതിര എന്ന് ഓർക്കുമ്പോൾ. എന്നോട് പാറു ഇന്നലെ ചോദിച്ചത് തന്നെ അതാണ്, അമ്മ നാളെ അത് ഉണ്ടാവുമോ എന്ന്. കഴിക്കാനുള്ളത്, പക്ഷെ പേര് പറയണ്ട കേട്ടോ. തിരുവാതിരയ്ക്ക് മാത്രം സ്പെഷ്യലായിട്ടുണ്ടാവണ എന്താ? പറഞ്ഞു പേര് പറയാൻ പാടില്ല, അറിയില്ല ഇന്നത്തെ ദിവസം. അത് ഇന്നത്തെ ദിവസം അല്ലാണ്ട് വേറെ നമ്മൾ കഴിക്കാറില്ലല്ലോ. എന്നുവെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു ദിവസമല്ലേ നമ്മളധികം അത് കഴിക്കാറുള്ളൂ. അപ്പോൾ അത് തിരുവാതിരയുടെ സ്പെഷ്യൽ അല്ലേ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ദശപുഷ്പം കൊടുത്തപ്പോൾ ചോദിക്കുക, ഇന്നെന്തിനാ ദശപുഷ്പം, അത് കർക്കിടക മാസത്തിലല്ലേ എന്ന്. തിരുവാതിരയ്ക്കും ഉണ്ട് ദശപുഷ്പവും, പിന്നെന്താ പാതിരാപ്പൂവ്, ഒരു റെഡ് കളറ് പൂവില്ലേ. പിന്നെന്തായിരുന്നു, മുറുക്കാൻ, ഊഞ്ഞാലാട്ടും കൈകൊട്ടിക്കളിയും ഒക്കെ ആയിട്ട് തിരുവാതിര പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ ഉത്സവം ആണെന്നാണ് പറയുക. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മൾ രാവിലെ ഒരുപാട് നേരത്തെ എണീറ്റ് അല്ലേ കുളത്തിൽ പോയി കുളിക്കുക, തുടിച്ച് കുളിച്ച് ഊഞ്ഞാലാടി എന്നിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കൂന്ന് അല്ലേ. ഇപ്പോൾ അതൊക്കെ മാറി. നമ്മൾ എന്നാലും ദേ വരണം അമ്മ. ഫോട്ടോ എടുത്തന്നെ. അതാ വന്ന് ഇതൊക്കെ തന്നെ നമ്മളുടെ ആഘോഷം. ഇന്ന് നമ്മളുടെ ഫ്രെയിമിൽ 4 ആളേ ഉള്ളൂ. ഇന്ന് പാറു മിസ്സിങ്. അവർക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 4 ആളേ ഉള്ളൂ. വീടരുത് ചെരിഞ്ഞിട്ടാണ്, പിന്നിലേക്ക് പിടിച്ചതിന് ശേഷം ഇരുന്നാൽ മതി. ഒന്നങ്ങടെ ആടിക്കോളൂ ഊഞ്ഞാല്, തിരുവാതിരയൊക്കെ അല്ലേ. അതന്നെ, നല്ല രസമായിട്ടുണ്ട് പച്ച കളറ്. അമ്മന്ന് സിമ്പിളോട് സിമ്പിളാണ്. തിരുവാതിരയ്ക്ക് ഊഞ്ഞാല എന്താണാവോ അതിൻ്റെ കാര്യമല്ലേ, ഈ ഊഞ്ഞാല ആടണം എന്ന് പറയുന്നത്. പൊതുവെ
തണുപ്പ് കാലാണല്ലോ തിരുവാതിരക്കാലം. അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാവരും കൂട്ടി തയ്ക്കും. അതൊരു രസം. എന്താ അറിയില്ല, എന്തായാലും തിരുവാതിരപ്പോഴേക്കും നമ്മളെ ഊഞ്ഞാല കഴിച്ചു വെച്ചായിരുന്നു. അച്ഛൻ എന്തായാലും ഊഞ്ഞാലിട്ടെന്നു. തിരുവാതിരക്കാണല്ലോ കുഞ്ഞാലിട. ഓണക്കാലത്തല്ല നമ്മളവിടെ തിരുവാതിരക്കാണ് ഊഞ്ഞാലിട. തെക്കോട്ടൊക്കെ ഓണക്കാലത്താണ് അവർക്ക്. ആ അതെ, നമ്മളുടെ തിരുവാതിരക്കാണ് ഊഞ്ഞാലാട്ടം. അതിങ്ങനെ പണ്ട് വലിയ മരത്തിന്റെ മുകളിലൊക്കെ ഇട്ടിട്ട് മത്സരിച്ചിട്ടൊക്കെ ആടുക. അങ്ങനെ ആടിയിരിക്കുന്ന മരത്തിന്റെ ഇല പൊട്ടിച്ചുകൊണ്ട് വരിക. അങ്ങനത്തെ മത്സരങ്ങളൊക്കെ തല പൊളിയും. അമ്മ ആടും, അമ്മ നിന്ന് കുതിച്ചാടും. അന്ന് മുള കൊണ്ടാ ഊഞ്ഞാലില്ല. മുള ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇട്ടിങ്ങിട്ട് തന്നെ കുതിച്ചാടുക. ആടി അടിയിട്ട് തിന്നിട്ട് മരത്തിന്റെ ഇല വായോണ്ട് കടിച്ചെടുക്കുക. അമ്മ ഇപ്പോഴും ചെയ്യൂല. അമ്മ ഇപ്പോഴും പൊട്ടി വീഴുമെന്നുള്ള പേടി. കയറ്, അതെ, മരക്കൊമ്പും കയറും ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ മരക്കൊമ്പ് ഇത്തിരി പ്രശ്നമാണ്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഇപ്പൊ അത് കടിക്കാൻ കിട്ടുവായോ. അത് ശരിയാ. അമ്മ തിരുവാതിരയായിട്ട് വായനയ്ക്ക് പോവാട്ടോ. ഒരു 2 വാക്ക് തിരുവാതിരയെ പറ്റി എന്തെങ്കിലും ഒന്ന് വേഗം പറയും അമ്മ. തിരുവാതിര എന്താ സ്ത്രീകളുടെ ആഘോഷല്ലേ. നമ്മളിന്നലെ അടിച്ചു കളിച്ചു. നാട്ടുകാരൊക്കെ കൂടി നല്ല രസമായിരുന്നു. ഒരുപാട് ഓരോ വർഷം കൂടുന്തോറും ആളുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതെ, മെഗാ തിരുവാതിരയൊക്കെ ഉണ്ടായി ഇന്നലെ. ഒരുപാട് ആൾക്കാർ കൂടിയിട്ട്. എന്താ പറയുക, ഞാനും എൻ്റെ വയ്യാത്ത കൈ വെച്ച് ഒന്ന് കയറി കളിച്ചു, കണ്ടിട്ട് സഹിക്കാനിട്ട്. പിന്നെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മയ്ക്ക് പഴയ തിരുവാതിരയാണോ അതോ ഇപ്പോഴത്തെ തിരുവാതിരയാണോ നല്ലത് തോന്നുന്നത്? ഇഷ്ടം ശരി. അത് ഇല്ല, അത് നമ്മള് അതെ ഇടയ്ക്ക് നമ്മള് നോക്കി, പക്ഷെ അത് ശരി, അത് നടക്കില്ല. നടക്കില്ല. അപ്പൊ അതാണ് റിസ്ക് ആണ്. അതാണ്. അതും പാതിരാത്രിക്ക് എന്നൊക്കെ പറയുമ്പോ അല്ല, പഴയ കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണല്ലോ. അപ്പൊ അങ്ങനെ പക്ഷെ ഇത്രയെങ്കിലൊക്കെ ഉണ്ടായില്ല. ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഒന്നും ഇല്ലാണ്ടൊരു കാലം. അമ്മ കുറച്ചുകൂടി അടുത്തേക്കു. ഒന്നും ഇല്ലാണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഒരു പകുതി, ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ അല്ലേ, ഒന്നും അല്ലേ, അതിന് ശേഷം 10 വന്നതിന് ശേഷമാണ് തിരുവാതിര ആഘോഷിക്കാൻ തുടങ്ങിയത്. ശരിയാ, ഒരു 10 വർഷം. ശരിയാ, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. തപസ്യ തുടങ്ങിയത് തന്നെ. അതെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്തായാലും തിരുവാതിര നാട്ടിലെ ഗംഭീരം. ഇപ്പോൾ എല്ലാ വീട്ടുകാർക്കും ഇത് ഒരു മാത്രം ആഘോഷിക്കണം അങ്ങനെ ഇരുന്നില്ല. ഇതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കും. അതന്നെ. അതെ, അടുത്ത കൊല്ലം പ്രാവശ്യം ഉണ്ടായി. ഇപ്രാവശ്യം ഒരുപാട് പേരുണ്ടായി. അപ്പം അടുത്ത വർഷത്തേക്ക് അങ്ങനെ കൂടി വരും. എന്തായാലും സംഭവം അടിപൊളി. അമ്മ ദശപുഷ്പം വെച്ചില്ലല്ലോ, അമ്മ മാത്രമേ മറക്കും. അവിടെ എടുത്തുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിടിച്ചിട്ട് പുറത്തേക്ക് പോരുത്. ഇനി എന്നങ്ങടെ ആടുക. പുഴുക്ക് ഞാൻ അടിക്കോളാം അങ്ങോട്ട്. തിരുവാതിര തിരുവാതിരയ്ക്ക് ഊഞ്ഞാലാട്ടാണല്ലോ ഗംഭീരം. തിരുവാതിരയ്ക്കാണ് ഊഞ്ഞാല്. പിന്നെ പട്ടുപാവാട ഒക്കെ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയൊക്കെ ഓർമ്മ, എൻ്റെ കുട്ടിക്കാലം. എനിക്ക് പട്ടുപാവാടയാണ് തിരുവാതിര എന്ന് പറയുമ്പോൾ അധികം ഓർമ്മ വരും. ഓണത്തിന് എനിക്ക് ഒരിക്കലും പട്ടുപാവാട എല്ലാം എടുക്കാറ്. ഓണത്തിന് സാധാ തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് അമ്മ വാങ്ങിച്ചു തരാറ്. എന്നുവെച്ചാൽ വേറെ ചുരിദാറോ മിഡി ടോപ്പ് അങ്ങനത്തെ ഒക്കെ. പക്ഷെ തിരുവാതിരയ്ക്കാണ് പട്ടുപാവാട എപ്പോഴും എടുക്കുക. അതുകൊണ്ട് തിരുവാതിര എന്ന് പറയുമ്പോഴാണ് അത് ഓർമ്മ വരിക. വരൂ എവിടേക്കാ തിരുവാതിരയായിട്ട് പോണ്?
ആ അച്ഛനോടും കൂടെ ചോദിക്കട്ടെ. എന്താണ്? അച്ഛന് തിരുവാതിര എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരും എന്താ? എൻ്റെ നാട്. അച്ഛൻ്റെ നാട്. അല്ലാണ്ട് വേറെന്താ? ആ അല്ലാണ്ട് തിരുവാതിര എന്നങ്ങോട്ട് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സാധനം പെട്ടെന്ന് ഒരു ചോഴി കെട്ടില്ലേ? ചോഴി. അത് ഇവിടെ ഇല്ല. കുട്ടിക്കാലത്ത് കെട്ടുന്ന പരിപാടി. ഓ അച്ഛൻ കെട്ടിയിട്ടുണ്ടാ? ആണ്. അത് ഇന്നലെ വൈകുന്നേരം. ഇന്ന് തിരുവാതിര തലേസം. ആ അത് പക്ഷെ ചമ്മലൊക്കെ വെച്ചിട്ടല്ലേ? വാഴയുടെ. ആ അതന്നെ, ഉണങ്ങിയ വാഴയുടെ അല്ല. ആ പക്ഷെ ഈ പരിപാടി നമ്മളുടെ ഇവിടെ ഈ നാട്ടിലേക്ക് ഇല്ല. പണ്ട് നല്ല 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 പേരെടുത്ത നാട്ടിലേ ഉണ്ടാവുള്ളൂ. MT വാസുദേവൻ നായർ തുടങ്ങിയ ആൾക്കാരില്ലേ, ജനിച്ച മണ്ണിലുണ്ടോ പിന്നെ രണ്ടാമതൊന്നും കൂടി ഒരു കാര്യം ഓർക്കാൻ പറഞ്ഞാലോ? തിരുവാതിര എന്ന് പറയുമ്പോ പെട്ടെന്ന് തിരുവാതിരക്ക് മാത്രം ഉണ്ടാവണേ. അതിലേക്ക് മാത്രം എന്താ ഈ കുവ പെണ്ണുങ്ങൾക്കല്ല, അതൊന്നും നമുക്ക്. അച്ഛൻ കഴിച്ചില്ലേ അന്ന് രാവിലെ? ഒരു പ്ലേറ്റ് കഴിച്ചതേ ഉള്ളൂ. അതൊന്നും നമുക്കൊന്നും അതിൽ ബന്ധപ്പെട്ടതല്ല. അല്ല എന്നാലും തിരുവാതിര എന്ന് പറയുമ്പോ ആ ചോഴി ഒക്കെ അത് ഭയങ്കര ശരിയാട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് തിരുവാതിരയായിട്ട് നമ്മൾ പണിയെടുക്കാറും കൂടുതൽ. ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഏതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക ഉണ്ടാക്കാനുള്ള പരിപാടി രാത്രി 12 മണി 1 മണി വന്നിരിക്കും ഓരോ വീട്ടിൽ നടന്ന് കൊട്ടിപ്പാടിയൊക്കെ നടക്കുമ്പോൾ പഴം കിട്ടും. പൈസ ഒന്നും പണ്ട് കിട്ടില്ല, പഴം കിട്ടുക ഇളനീരും കിട്ടുക, അത്രേ ഉള്ളൂ. ഇന്നാണ് ഇപ്പൊ ആൾക്കാർക്ക് അതൊന്നും വേണ്ട, പൈസയാണോ? ശരി, ഓക്കെ, എന്നാ ശരി, എന്നാ വരി കാണാം. ഓക്കെ. എന്താ പിന്നെ വേണ്ടേ മോൾക്ക്? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? മിസ്സിംഗ് പാർക്കുട്ടി അല്ലേ? ഇന്നെന്താ പട്ടുപാവാട ഇടാത്ത കണ്ണ? എന്തടി? വാ ഇങ്ങോട്ട് വാ. വാ അല്ല പറയ്. അല്ല ഇന്നലെ ഇട്ടതോട്ടെന്ന് പറഞ്ഞ പോരെ? ഇന്നലെ ഇട്ടോണ്ട് അല്ലേ? ഓൾറെഡി ഇന്നലെ ഇട്ടൂലോ. അതുകൊണ്ടാണ് ഇപ്പം ഇടാത്തല്ലേ? ഞാനും അതെ, ചുമ്മാ ഇങ്ങനെ ഇട്ടുന്ന് മാത്രമേ ഉള്ളൂ. എന്താ കൈകൊണ്ട് വയ്യേ? അമ്മമ്മ എല്ലായിടത്തും ഈ തിരുവാതിരനെ പറ്റി പറയുന്നോടത്തിലൊക്കെ ഈ എട്ടങ്ങാടിനെ പറ്റിയിട്ട് കേൾക്കും. അതെന്താ ശരിക്കും? പക്ഷേ നമ്മളുടെ ഇവിടെ അങ്ങനെ പതിവില്ല. നമ്മൾ 8 കൂട്ടം കഞ്ഞികളെ കൂട്ടിയിട്ട് പുഴുക്കുണ്ടാക്കും. കഞ്ഞിയുടെ അത് നമ്മൾ തിരുവാതിരയുടെ അന്നല്ലേ ഉണ്ടാക്കുക? അല്ല, ഈ 8 കൂട്ടം കൂട്ടിയിട്ട് ഉണ്ടാക്കില്ല. 8 കൂട്ടാണ് അത്. എന്തൊക്കെ അറിയോ? ചേന, ചേമ്പ്, മുറുക്ക, കായ, കാച്ചില്, കവുത്തെന്ന് പറയാം, കാച്ചില്. പിന്നെ ശർക്കര കിഴങ്ങുണ്ടോ? ഇല്ല, കിഴങ്ങ് അതാണ് ഏതെങ്കിലും ഒരു കിഴങ്ങ്. പിന്നെ ഇടിച്ചക്ക, മുതിര അല്ലെങ്കിൽ പയർ. അതാണ് ഈ 8 സാധനങ്ങൾ കൂട്ടിയിട്ട്. അതാണ് അവർ എട്ടങ്ങാടി മധുര ശർക്കര ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കുക. അതും എട്ടങ്ങാടി തിരുവാതിരയുടെ അന്നല്ല, തലേ ദിവസം മകീരത്തിന്റെ അന്നാണ്. നമ്മളെ ഈ കായും കിഴങ്ങുകളും എല്ലാം കൂട്ടിയിട്ട് 8 കൂട്ടം കൂട്ടിയിട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കുക. നമുക്ക് ഇവിടെ അതാണ് നമ്മളിവിടെ തിരുവാതിരയുടെ അന്ന് കഞ്ഞിക്ക് കഞ്ഞി ചിലര് ചോറ വയ്ക്കുക. ഇവിടെ പക്ഷെ ചോറ് വെക്കാറില്ല കേട്ടോ. ഇവിടെ എപ്പോഴും ചോറ് ഗോതമ്പത്തിന്റെ ചോറ് എങ്ങനെ കഴിക്കാം? അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. തൈരൊക്കെ കൂട്ടിയിട്ട് അന്ന് അവിടെ അമ്പലത്തിൽ അങ്ങനെയാണല്ലോ ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്താ എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. ഞങ്ങളിവിടെ കഞ്ഞിയാണ്. അത് വളർന്ന് നിൽക്കില്ല, ഒരു കട്ടയിട്ട് പായസം കോരിക്കും പോലെ. അതാണ് നമ്മുടെ ആർക്കും അത്. ഗോതമ്പ കഞ്ഞിയും പുഴുക്കുമാണ് നമ്മളുടെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഉണ്ടാവുക. പിന്നെ ഇന്നത്തെ ദിവസം ആ ഒരു സ്പെഷ്യൽ ഐറ്റത്തിന്റെ പേര് പറയാൻ പാടില്ല എന്നുള്ളതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്താ അറിയില്ല, അങ്ങനെ പറയാം, പേര് പറയാൻ പാടില്ല. വിറകുണ്ട്. അപ്പൊ പണ്ടത്തെ കാലത്ത് എല്ലാവരും അത് ഇടിച്ച് അല്ലേ? നല്ല നമ്മളിപ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഈ പന്നി വന്ന് തിന്നുപോലെ ഇറങ്ങിയപ്പോ നമ്മുടെ വീട്ടിൽ എന്തൊരു ശല്യ ദിശയില്ല. നമ്മളെ വീട്ടിൽ നിറയെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂവയ്ക്ക. പക്ഷെ അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഉണ്ടാക്കിയതൊക്കെ എന്താ അറിയോ? പന്നിയുടെ ശല്യം നല്ല പോലെ ഉണ്ട് നമ്മളുടെ ഈ ഒരു പ്രദേശത്ത്. ചോട്ടിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരുവിധം എല്ലാവരും കാവത്ത് കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവനെ പന്നി അത് വന്ന് തിന്നിട്ട് അതെ പ്രാവശ്യം വാങ്ങിക്കേണ്ടി വന്നു. പക്ഷെ നാലും പൊടിയൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അല്ലേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്.
അതെന്താ വെച്ചാൽ ഈ വയറിന് അസുഖമുള്ളവർക്ക് വയറൊക്കെ വരുന്നത് അത് കലക്കിയിട്ട് തിളപ്പിച്ച് കുടിച്ച് അപ്പം മാറും. അതിന്റെ വെള്ളം അതിങ്ങനെ വെള്ളത്തോടക്കനായിട്ട് വയറിന് ഭയങ്കര നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഞാൻ ഖത്തറിലേക്ക് പോകുമ്പോഴും അത് അമ്മ എനിക്ക് കൊടുത്തയച്ചിരുന്നു അത് ആ പൊടി. കാരണം അത് കുട്ടികൾക്കൊക്കെ ആയാലും അതെ, പെട്ടെന്ന് വയറുവേദന ഒക്കെ വരുന്ന സമയത്ത് അത് വെറുതെ അങ്ങോട്ട് വെള്ളത്തിൽ അല്ലേ കലക്കിയിട്ട് അത് വെറുതെ കുടിക്കാൻ പറയുക, പെട്ടെന്ന് തിളപ്പിച്ചിട്ട് എന്നെ അങ്ങനെ നമ്മള് എട്ടങ്ങാടി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ മാതിരി തന്നെയാണേ. പിന്നെ വിഷുക്കട്ട പറയണ സാധനല്ലേ, കേട്ടിട്ടുണ്ടാ? വിഷുവിന്. അപ്പൊ അതും നമ്മൾ ഇവിടെ ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ ആ സാധനം കഴിച്ചിട്ടുള്ളത് എവിടെ നിന്നറിയോ? ഞാൻ ഖത്തറിന്ന്. ഞങ്ങളുടെ കൂടെ ഉള്ള അങ്ങനെ അവര് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലല്ലല്ല, നമ്മള് വിചാരിക്കുന്ന പോലെയല്ല. അതിങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ പരത്തി വെക്കുക, എന്നിട്ട് ഈ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് എന്നിട്ട് അതിന്റെ മുകളില് എന്തോ ഒരു സാധനം ഒഴിക്കുക ചെയ്യുക. തേനാണോ? അങ്ങനെ എന്തോ മധുരമായിട്ടുള്ളത് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കുക ചെയ്യുക. അരി വെച്ചിട്ട് ഉണ്ടാക്കണതാണ്. എന്നിട്ട് അതിനെ മധുരം ആക്കിയിട്ട് കഴിക്കുക. അങ്ങനെയാണ്. എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. വിഷുക്കട്ട എന്ന് പറയുന്നത് കട്ടയായിട്ടുള്ള സാധനമാണ്, അല്ലാണ്ട് കൊഴുക്കട്ടയുടെ പോലെ ഉരുണ്ടിട്ടല്ല. അങ്ങനെയാണ് അത് സാധനം. അതൊന്നും നമ്മളുടെ ഇവിടെ ഇല്ല. പക്ഷെ അങ്ങനെയാണ്. കുട്ടികൾ ആദ്യമായിട്ട് മനസ്സിലാവുന്ന സമയമുണ്ടല്ലോ, അതിനകത്ത് വരുന്ന തിരുവാതിരയ്ക്ക് പൂത്തിരുവാതിര, കുട്ടികളുടെ പൂത്തിരുവാതിര, കിട്ടുന്ന കുട്ടിയുടെ പൂത്തിരുവാതിരയാണ് കൊല്ലം. പൂത്തിരുവാതിര ആ കുട്ടിയെ വെച്ചിട്ട് ഇങ്ങനെ പാട്ടും കളിയും അങ്ങനെ അതിന് നടുക്കിലേക്ക് കളിക്കേണ്ടതൊക്കെ ചെയ്യും. ബ്രാഹ്മണരുടെ ഇടയിലാണ് അത് കൂടുതലുള്ളത്. അതുമാതിരി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന തിരുവാതിര പുത്തൻ തിരുവാതിര. അതിനൊക്കെ വെച്ച് പ്രത്യേക ചടങ്ങൊക്കെ. ശിവന്റെ പിറന്നാളാണ് നമ്മള് എന്താ പറയാ തിരുവാതിരയായിട്ട് ആഘോഷിക്കുന്നത്. പറയണ്ടല്ലോ പാട്ട് തന്നെ, തിരുവാതിര ഭഗവാന്റെ തിരുനാളാണ്. നന്ന് പാട്. ഭഗവാൻ തൻ്റെ തിരുനാളാണ്, ഭഗവതിക്കു തിരുനോമ്പാണ്. ഉണരുത് ഉറങ്ങരുത്, ആടേണം പോൽ പാടേണം പോൽ, കുളിക്കണം പോൽ തുളിക്കണം പോൽ, പൊന്നോഴിഞ്ഞാലാടി മറന്നു. അതൊരു താളത്തിൽ അങ്ങനെ പോയി അങ്ങോട്ട് പോവും, ഇടയ്ക്ക് പോയി. എനിക്കും അത് വല്ലാണ്ടൊന്നും മുഴുവൻ എനിക്കും അറിയില്ല. അതുകൊണ്ട് അതുണ്ട്, നമ്മൾ അതൊക്കെ അവിടെ കളിച്ചു. അത് തിരുവാതിരക്കളിയിലുള്ള പാട്ട് തന്നെയാണല്ലോ. ചിലർ പറയുന്നുണ്ട് ഭഗവാൻ ഈ പാലാഴി മകരത്തിന്റെ സമയത്ത് കാളുകൂടം വിഷം പൊന്തി വന്നല്ലോ, അപ്പൊ ആകെ ദഹിക്കും അത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാല് സർവനശിച്ച് ഭസ്മാവുന്നാണ്. അവിടുന്ന് എല്ലാവർക്കും പേടിയായി. ശിവൻ 2 കൈയും വാങ്ങിയിട്ട് കൂട്ടിയിട്ട് വാങ്ങിയ ആൾക്കായിരിക്കും. അപ്പൊ പാർവതി കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു. ആ ദിവസമാണെന്ന് അങ്ങനെയും പറയുന്നത് ഭഗവാന്റെ തിരുനാളാണെന്നാണ്. അങ്ങനെ പാർവതി പിടിച്ച് തിരുപ്പത്തേർക്കരുടെ പറഞ്ഞിട്ട് കഴുത്തില് നീല നിറായിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതെ, അങ്ങനെയൊക്കെ പല പല പറയലുകളുണ്ട്. നാട്ടില് പറയുന്നുണ്ട് ഭഗവാന്റെ തിരുനാൾ. ശിവന് തിരുവാതിര നാളാണ് വഴിപാട് വെക്കുമ്പോൾ നമ്മള്. ശിവന്റെ നാളാണോ അത് തിരുവാതിര? അതുകൊണ്ട് തന്നെയാണല്ലോ ജനിച്ച ദിവസം. തിരുവാതിരയുടെ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഗോതമ്പ കഞ്ഞിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്കുമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ പുഴുക്ക് നല്ല ഹെൽത്തിയും കൂടാണ്. കാരണം അതിൽ ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങളും ധാന്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ അതിലിങ്ങനെ നല്ല നാളികേരും വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് അതിൻ്റെ ആ ഒരു മണം, വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോൾ ലാസ്റ്റാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ മണം നമുക്കിങ്ങനെ കിട്ടുക. അപ്പോൾ അത് നല്ല നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളുടെ തിരുവാതിര സ്പെഷ്യൽ ആയിട്ടുള്ള പുഴുക്കാണ് കേട്ടോ. പുഴുക്കാണ് ഇത്.
അപ്പം അമ്മ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലർ ഗോതമ്പായിട്ട് ചോറായിരിക്കും വെച്ചിട്ടുണ്ടാവുക. നമ്മൾ ഗോതമ്പായിട്ട് കഞ്ഞിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഗോതമ്പക്കഞ്ഞി പുഴുക്കൊക്കെ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് അത്ര താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പാറുവിനൊക്കെ പുഴുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ അതുമാതിരി തന്നെ ഗോതമ്പക്കഞ്ഞി കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ തന്നെ അതിൽ പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കില്ലേ, അങ്ങനെ കഴിക്കുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട്, നമ്മൾ സാധാരണ കഞ്ഞി ഉപ്പിട്ടിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും അവർക്കതിൽ പാലൊഴിച്ചിട്ട് പാൽക്കഞ്ഞി ആക്കിയിട്ട് കഴിക്കില്ലേ, അങ്ങനെ കഴിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഇഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെയാണ് കഴിക്കാറുള്ളത്. ഭഗവാന് 108 വെറ്റില നേദിച്ചിട്ട് ആ 108 വെറ്റില മുറുക്കുന്നതായിരുന്നു തിരുവാതിരയുടെ വേറൊരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 108 വെറ്റിലൊക്കെ മുറുക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ അല്ലേ? എവിടെയെങ്കിലുമൊക്കെ തലയിച്ചിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ പണ്ടത്തെ കാലത്തെ ആൾക്കാരത് ചെയ്തിരുന്നു എന്നാണ്. ഇന്ന് നമുക്ക് ഒന്ന് ആ ഒരു പേരിന്, ആ ചടങ്ങിന് വേണ്ടി മാത്രം ചെയ്യാമെന്നല്ലാണ്ട് നമ്മളെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല അല്ലേ. പിന്നെ എന്താ പറയുക, അന്നത്തെ ദിവസം ഒരുപാട് ഇളനീരൊക്കെ കുടിച്ചിട്ട് നമ്മൾ ആ ഇളനീരൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ, പാറും മൃദുവൊക്കെ കൂടിയിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് തിരുവാതിരയുടെ ഏകദേശം കാര്യങ്ങളെല്ലാം ഒരുവിധമൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴും വളരെ ട്രഡീഷണലായിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അങ്ങനെ ട്രഡീഷണലായിട്ട് കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ ചെയ്തു വരുന്ന പല സ്ഥലങ്ങളും ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് പുതിയ പുതിയ തലമുറയ്ക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് ചെയ്തു വരുന്നുണ്ടെന്ന് തോന്നുന്നു. നിന്ന് പോയ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും അത് ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോഴും ആഘോഷിക്കുന്നവരുണ്ട് വെച്ചെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചിലർക്കൊക്കെ ഇത് വെറും കേൾവി മാത്രമായിരിക്കും അല്ലേ, ഒരിക്കൽ പോലും ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ എന്തായാലും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ എന്തായാലും നമ്മളുടെ വീഡിയോ കാണുമ്പോൾ കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയല്ലോ കേട്ടോ. നമ്മളുടെ തിരുവാതിര സ്പെഷ്യൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. അന്നലിട്ട പൊന്നു ഞാൻ ആടിയെത്തും നേരത്ത് ആദരം കവർന്നതും മറന്നില്ലേ, മഞ്ഞുകൊണ്ടു കൂടാരം മാറിലൊരു പൂണാരം മധുരം മായല്ലേ നീ മയങ്ങല്ലേ, പാതിരാപ്പൂ ചൂടി വാലിട്ടു കണ്ണെഴുതി പൂനിലാമുറ്റത്തു നീ വന്നല്ലോ പുത്തുമ്പി, ഇളനീർക്കൂടങ്ങളിൽ കുളിരുണ്ടോ, ഇളനീർക്കൂടങ്ങളിൽ കുളിരുണ്ടോ.